എടാ ശ്യാമ എവിടെ പോയി എടുക്കണ്? കുറേ നേരമായല്ലോ. നീ അവനെ വിളിച്ചില്ലേ? അയ്യോ എന്നോട് പറയാൻ വിട്ടു പോയടാ, അവന് കളിക്കാണ്ടാവില്ല. അതെന്ത്? എടാ അവന് എറണാകുളത്ത് ഒരു IT കമ്പനി ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു മെസ്സേജ് ഉണ്ടായി. നാളെ ജോയിൻ ചെയ്യുന്ന പറഞ്ഞത്. മിക്കവാറും ഇന്ന് കാലത്തും പോയിണ്ടാവും. ഷടാ, അവനും ജോലി കിട്ടിയ? ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ജോലി ഇല്ലാതിരിക്കണത് നമ്മളെ മാത്രമായിരിക്കും അല്ലേ? എടാ നമ്മളല്ല, നീ. എനിക്കും ചെറിയ ജോലി സെറ്റായിട്ടുണ്ട്. എടാ നീയും? എടാ എൻ്റെ ആ ബാംഗ്ലൂരിലെ അമ്മാവില്ലേ, പുള്ളി ഇറക്കുന്ന കമ്പനിയിൽ ഒരു ജൂനിയർ അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് എനിക്ക് സെറ്റാക്കിയിട്ടുണ്ട്. ഈ മാസം കൂടെ അവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ. എടാ നീ ഇങ്ങനെ ഷോക്കടിക്കല്ലേ. എടാ എനിക്കവിടെ ജോലി കിട്ടുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണാർക്കാ നിന്റെ അച്ഛന്. അത് ശരിയാണല്ലോ. എടാ നീ ഇങ്ങനെ ടെമ്പർ ആവല്ലേ. എടാ ഞാൻ അവിടെ കുറച്ചെല്ലാം വർക്ക് ചെയ്ത് ഒരു ഹയർ പൊസിഷൻ എത്തുമ്പോൾ എനിക്ക് തന്നെ റെക്കമെൻഡ് ചെയ്തൂടെ? എടാ അരുണേ, എനിക്കൊരാളുടെ അവതാരം ആവശ്യമില്ല കേട്ടാ. അതുകൊണ്ട് നീ ആടെയല്ലോ പേടിക്കണ്ട. ഓ വേണ്ടെങ്കിൽ വേണ്ട. എടാ ഒരു 400 രൂപ എടുക്കാണ്ടാവും? മോൻ കുറച്ച് നേരത്തെ എന്തോ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എടാ ഫോൺ റീചാർജ് ചെയ്യാനടാ. ഉണ്ടാ? എൻ്റെ കയ്യിലൊന്നുമില്ല. എടാ തിരിച്ചു തരാടാ. ആ കാര്യടാ പറഞ്ഞേ, എൻ്റെ കയ്യിലൊന്നുമില്ല. നീ അവിടെ മറ്റേ ആ വിനോദില്ലേ, അവനെ വിളിച്ചു നോക്കി, അവൻ്റെ കാണും. അവൻ്റെ ഇനി കിട്ടില്ലടാ. കഴിഞ്ഞ മാസം ട്രേഡ് ചെയ്യാൻ വേണ്ടി അവൻ്റെ ഞാൻ കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ വെള്ളത്തിലായി. ആ ക്യാഷ് ഇതുവരെ തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലേ. ഞങ്ങായി ആ ട്രേഡിംഗ് പീരീഡ് നിർത്താൻ നിന്നോട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ. വേറെ വല്ല വഴിയുണ്ടോടാ? എടാ ഒരു വഴിയുണ്ട്. എൻ്റെ മറ്റേ ആ കസിനില്ലേ കൃഷ്ണേട്ടൻ, പുള്ളിക്ക് ഈ കോൺട്രാക്ട് വർക്കൊക്കെ ആണല്ലോ. ഈ ഇടയ്ക്ക് പുള്ളിനൊരു ഫാമിലി വിളിച്ചായിരുന്നു അവരുടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. ഒരു 10-800 കിട്ടുമെന്നാ പറഞ്ഞേ. ഞാൻ വേണേ ആളെ നിനക്ക് മുട്ടിച്ചുതരാം. ഒരു ബിടെക്കാരനായി ഞാൻ വേലക്കാരൻ്റെ ജോലി ചെയ്യണത് നാണക്കേടല്ലേ? എടാ എന്ത് നാണക്കേട്. പണ്ട് ഈ നാട്ടുകാരും ബന്ധുക്കളും കാണുന്നു പറഞ്ഞല്ലേ നീ എൻ്റെ കൂടെ കാറ്ററിങ്ങിന് കഴിഞ്ഞത്. ഇതാകുമ്പോൾ ആ പ്രശ്നമില്ല, ഒരാളും അറിയാൻ പോകുന്നില്ല. അത് ശരിയാ. എന്നാ ഞാൻ വരാം. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ കൃഷ്ണനെ വിളിച്ചു പറയാം. താത്ത എവിടെ പോയി എടുക്കായിരുന്നു? 1 മണിക്കൂറെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണമെങ്കിൽ. അത് കഴിഞ്ഞ് വേറെ പരിപാടി എനിക്ക്. അത് കൃഷ്ണട്ടാ, ഞാൻ എണീക്കാൻ വൈകി, അതാ ലേറ്റ്. ഓ, താൻ തൻ്റെ സൗകര്യത്തിന് വന്നിട്ട് എൻ്റെ സമയം കളഞ്ഞുകൊണ്ട് തൻ്റെ ശമ്പളത്തിന് 100 രൂപ ഞാൻ പിടിക്കുന്നുണ്ട്. അതെന്ത് വർത്താന കൃഷ്ണട്ടാ? ആകെ കൂടെ 800 രൂപ തരണുള്ളൂ. അതിൽ നിന്ന് 100 പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്തുള്ളേ? ഇതെവിടുത്തെ പോളിസിയാ? ഇത് ഇവിടത്തെ പോളിസി. ഇതാ കാണുന്ന വീട്. വായു. വീട് സെറ്റപ്പ് ആണല്ലോ. ഇവിടെ ആരുമില്ലേ? ഇവിടെ ഉള്ളവരൊക്കെ 3 മാസമായിട്ട് ഗൾഫിലാണ്. 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. നിനക്ക് എന്താ പണിയെന്നറിയോ? ഇതായി കാണുന്ന മാറാലൊക്കെ ഇല്ലേ, അതൊക്കെ അങ്ങോട്ട് അടിച്ച് വൃത്തിയാക്കണം. പിന്നെ ഈ ഫ്ലോർ ഒന്ന് ക്ലീൻ ചെയ്യണം. നിനക്ക് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാൻ അറിയോ? അറിയാം. എന്താ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, അപ്പുറത്തെ റൂമുകളിൽ കുറച്ച് കർട്ടനും ബെഡ്ഷീറ്റൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ടുപോയിട്ട് ആ വാഷിംഗ് മെഷീനിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കൂൾ. ഇപ്പം ഇത്രയൊക്കെയുള്ളൂ നിന്റെ പണി. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നീ ആ റൂം കണ്ട? ഒരു കാരണവശാലും നീ ആ റൂമിന്റെ പരിസരത്ത് പോകാൻ പാടില്ല. ഇവിടുത്തെ ഓണർ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യം. അതെന്താ? അവിടെ എന്തുള്ളേ? അത് ഞാൻ ചോദിക്കാനും പോയില്ല, എനിക്ക് അറിയും വേണ്ട. പിന്നെ ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനം കാണാനില്ല എന്ന് ഇതിന്റെ ഓണർ എൻ്റെ അടുത്ത് പറഞ്ഞ ആദ്യം ഞാൻ പൊക്കണത് നിന്നെയായിരിക്കും. അയ്യോ, ഞാൻ അത്രക്കാരൻ നെഹിഹേ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. ഞാൻ ഒരു 2 മണിയാകുമ്പോൾ പോരാം. ഞാൻ വരുമ്പോഴേക്കും കംപ്ലീറ്റ് പണി കഴിഞ്ഞിട്ടാണ് അവിടുത്തെ. കേട്ടല്ലോ? ഓക്കെ, ഡൺ.
പുല്ല് ചാർജ് തീർന്നാ? കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടാ.